പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ സമൃദ്ധിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഇന്ന് എന്നെ ഒരാൾ വിളിച്ച് ഒത്തിരി പരിഭവം പറഞ്ഞു, വിഷമങ്ങൾ പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു, എന്നെ എല്ലാവരും മറന്നു, എന്നെ ആർക്കും വേണ്ട, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന് പോലും എന്നെ വേണ്ട, ദൈവവും എന്നെ മറന്നു കളഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത വചനം ഏതെന്നറിയാം? സങ്കീർത്തനം 46:1. ദൈവം നമ്മളുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടത്തിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറുമ്പോഴാ, കഷ്ടത കൂടുമ്പോഴാ ഏറ്റവും അടുത്ത തുണയായ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. ഈ ലോകം മൊത്തം നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, കൂടെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞവർ മനസ്സിലാക്കിയില്ലെങ്കിലും ഭാരപ്പെടേണ്ട. ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേ. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കും. കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കഥ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയാം. ഒരിക്കൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. നല്ല പുൽത്തകിടികളിലൂടെ നടക്കുമ്പോൾ താൻ നോക്കിയപ്പോൾ അവിടെ തൻ്റെയും അതുപോലെ കൂടെ മറ്റൊരാളുടെയും കാൽപ്പാടുകൾ കണ്ടു. അതിനുശേഷം താൻ കടൽക്കരയിലൂടെ നടന്നു. അവിടെയും താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെയും കൂടെ മറ്റൊരു ആളുടെയും കാൽപ്പാട് കണ്ടു. അതിനുശേഷം ഒത്തിരി മുള്ളുകളും കല്ലുകളും നിറഞ്ഞ ഒരു പാതയിലൂടെ നടന്നു. പെട്ടെന്ന് ഈ മനുഷ്യൻ മറ്റേ കൂടെയുള്ള വ്യക്തി അവിടെയും ഉണ്ടോ എന്നറിയേണ്ടതിന് തിരിഞ്ഞു നോക്കി. പക്ഷേ തന്നെ വേദനിപ്പിച്ചുകൊണ്ട് ആ കാൽപ്പാടുകൾ, അതായത് മറ്റേ വ്യക്തിയുടെ കാൽപ്പാട് തനിക്ക് ദർശിക്കുവാൻ സാധിച്ചില്ല. താൻ പെട്ടെന്ന് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇതെന്താ? ഈ നല്ല സുഖമുള്ള പാതയിലൊക്കെ എൻ്റെ കൂടെ മറ്റൊരു കാൽപ്പാടുണ്ടായിരുന്നു, എന്നാൽ ബുദ്ധിമുട്ടേറിയ പാത വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായല്ലോ എന്ന്. പെട്ടെന്ന് തൻ കർത്താവിൻ്റെ മൃദുസ്വരം തൻ്റെ കാതിൽ കേട്ടു. താൻ ഇങ്ങനെയാ കേട്ടത്, നല്ല പുൽത്തകിടിയിലൂടെ നടന്നപ്പോൾ നിന്റെ കൂടെ ഞാനാ നടന്നത്, ആ മറ്റ് കാൽപ്പാടുകൾ അത് എൻ്റേതായിരുന്നു. ആ കടൽക്കരയിലെ മണലിലൂടെ നടന്നപ്പോഴും നീ കണ്ട കാൽപ്പാടുകൾ അത് എൻ്റേതായിരുന്നു, എൻ്റേതും നിൻ്റേതും. പക്ഷേ മുള്ളുകളും കല്ലുകളും നിറഞ്ഞ ആ ദുർഘടമേറിയ പാതയിൽ വന്നപ്പോൾ നീ ഒരാളുടെ കാൽപ്പാടേ കണ്ടുള്ളൂ, അല്ലേ? അത് നിന്റെ അല്ല, എൻ്റെയാ. ഞാൻ നിന്നെ എൻ്റെ കരുത്തിൽ എടുത്തിരിക്കുകയായിരുന്നു, എന്നിട്ട് അതിലെ നടക്കുകയായിരുന്നു. നോക്കിക്കേ, ഇന്ന് നാം കേട്ട വചനം ഏതാ? കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണ. പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ പറ്റാത്ത ദുർഘടമായ പാതയിൽ, ജീവിതത്തിൽ ബുദ്ധിമുട്ടേറിയ അനുഭവത്തിൽ നിങ്ങൾ അല്ല തുഴയുന്നത്, നിങ്ങൾ അല്ല സ്ട്രഗിൾ ചെയ്യുന്നത്. പകരം നിന്നെ കരങ്ങളിൽ വഹിച്ച ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ കർത്താവിൻ്റെ ഉള്ളം കരത്തിൽ നിങ്ങൾ സുരക്ഷിതരാ. ദുർഘടമായ പാതയിൽ അവിടുന്ന് നിങ്ങളെ എടുത്തുകൊണ്ട് നടന്നുകൊള്ളും. ചുറ്റുമുള്ള പ്രതിസന്ധികളൊന്നും നിങ്ങളെ ഏശാതെ വണ്ണം അവിടുത്തെ ഉള്ളം കരത്തിൽ നിങ്ങളെ വഹിച്ചുകൊള്ളും. ഞാൻ ഇന്ന് ഈ സ്റ്റോറി പറഞ്ഞ് ആ പ്രിയ മകളെ ബലപ്പെടുത്തുകയുണ്ടായി. അതെ, കർത്താവിൻ്റെ സാന്നിധ്യം അത് മറ്റെന്തിനേക്കാളും അധികം നാം ഈ ദിവസങ്ങളിൽ കൊതിക്കേണ്ടത്. മനുഷ്യർക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യരെ നോക്കി പരിഭവപ്പെടുകയൊന്നും വേണ്ട. സങ്കീർത്തനം 46:1 പറഞ്ഞിരിക്കുന്ന സങ്കേതമായ, കോട്ടയായ ദൈവ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൽ മറഞ്ഞിരിക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. കർത്താവേ, എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ദൈവകൃപ അവരുടെ മേൽ പകരണമേ. അളവറ്റ സമാധാനത്താൽ എൻ്റെ പ്രിയരെ നിറയ്ക്കണമേ.
ഞങ്ങളുടെ സങ്കേതമായി, ഞങ്ങളുടെ കോട്ടയായി, ഞങ്ങളുടെ പരിചയായി. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകിയാൽ നന്ദി. ഞങ്ങളെ അവിടുത്തെ ഉള്ളംകരത്തിൽ വഹിച്ചിരിക്കിയാൽ സ്തോത്രം. ഇപ്പോൾ രോഗാവസ്ഥയിലായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ, ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ, അങ്ങയുടെ ആ വഹിക്കുന്ന കരം ഇപ്പോൾ ഒന്ന് ദർശിക്കട്ടെ. അങ്ങയുടെ മാർവിലേക്ക് പ്രിയപ്പെട്ടവർ ഒന്ന് ചാരട്ടെ, ആശ്വാസം പ്രാപിക്കട്ടെ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്താ മനസ്സിലായത്? നിങ്ങൾ ഒറ്റയ്ക്കല്ല. കരങ്ങളിൽ വഹിക്കുന്ന സാന്നിധ്യം കൂടെയുണ്ട്. ബ്ലെസ് യു.